ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം യുദ്ധം സമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറാനും അതുപോലെ ഇസ്രായേൽ മറ്റുള്ള നമ്മുടെ കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, സൗദി, അബുദാബി, ദുബൈ തുടങ്ങി പല സ്ഥലത്തും അതിൻ്റെ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. യുദ്ധം വിനാശത്തിന്റെ വഴി. വിജയത്തേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്നുള്ളത്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. യുദ്ധം എന്നുള്ളത് അനിവാര്യമായ പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്. സൂറത്തുൽ അൻഫാൽ 61-ാമത്തെ വചനം ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹാ. അവർ സമാധാനത്തിലേക്ക് ചായുകയാണെങ്കിൽ നീയും അതിലേക്ക് ചായുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. മറ്റൊരു ആയത്ത് സൂറത്തുൽ മാഇദയിൽ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീആ. ഒരാളെ കൊലപ്പെടുത്തുന്നത് സർവ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. യുദ്ധത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിലും നീതി വിടരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ കൽപ്പിക്കുന്നു. സൂറത്തുൽ മാഇദയിൽ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു ജനതയോടുള്ള ശത്രുത നീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരണയാകരുത്. നിങ്ങൾ നീതി പാലിക്കുക. ഹുവ അഖ്റബു ലിത്തഖ്വാ. അതാണ് ഭക്തിക്ക് ഏറ്റവും അടുത്തത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. യുദ്ധം ആഗ്രഹിക്കരുതെന്നും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. لا تتمنوا لقاء العدو واسألوا الله العافية فإذا لقيتموهم فاصبروا. നിങ്ങൾ لا تتمنوا لقاء العدو, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. വസ്അലുല്ലാഹ അൽ ആഫിയ,
അള്ളാഹുവിനോട് നിങ്ങൾ സൗഖ്യം സമാധാനം ചോദിക്കുക. ഫൈദാ ലഖീതും ഫസ്ബിറൂ, എന്നാൽ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുകയും നിങ്ങൾ അവരുമായി അഭിമുഖീകരിക്കുകയും ചെയ്താൽ ക്ഷമിക്കുക എന്ന് ഇമാം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബുഖാരിയുള്ള ഹദീസ്, അവ്വലു മാ യുഖ്ളാ ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, അന്ത്യനാളിൽ മനുഷ്യന്മാർക്കിടയിൽ ആദ്യമായി വിധി പറയപ്പെടുക രക്തച്ചൊരിച്ചലിന്റെ കാര്യത്തിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വിട്ടുവീഴ്ചയിലൂടെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ച് സമാധാനമുണ്ടാക്കുന്നതിനെ നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും വലിയ പുണ്യമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചു. ഹബീബായ തങ്ങൾ പറയാണ്, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, നമസ്കാരം, നോമ്പ്, ദാനം എന്നിവയേക്കാൾ ഉത്തമമായ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബ? ഖാലൂ, സഹാബികൾ പറഞ്ഞു, ബലാ, അതേ നബിയെ, പറഞ്ഞു തരൂ. ഖാല, അപ്പോൾ ഹബീബായ മുത്തുതങ്ങൾ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അത് പിണക്കമുള്ളവർക്കിടയിൽ സമാധാനമുണ്ടാക്കല. കാരണം ജനങ്ങൾക്കിടയിലെ വിദ്വേഷം അത് മതത്തെ, ദീനിനെ നശിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ലൈസ ശദീദു ബിസ്സുർഅ, മറ്റൊരാളെ ഗുസ്തിയിൽ വീഴ്ത്തുന്നവനല്ല ശക്തൻ, മറിച്ചോ ഇന്നമശ്ശദീദു യംലികു നഫ്സഹു ഇൻദൽ ഗളബി, കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോ സ്വയം നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തിമാൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹിജ്റ 6-ാം വർഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ഉംറ നിർവഹിക്കാനായി വിശുദ്ധമായ പരിശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മക്കയിലെ ഖുറൈശികൾ അവരെ തടഞ്ഞു. ഈ സന്ദർഭത്തിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുമായി നടത്തിയ കരാറാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. അനീതി നിറഞ്ഞ നിബന്ധനകൾ പോലും ഹബീബായ തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്താണ്? ഇന്നഹു മൻ ജാഅനാ മിൻകും ലം നറുദ്ദഹു ഇലൈക്കും വമൻ ജാഅകും മിന്നാ റദത്മുഹു ഇലൈനാ. അതായത് ഈ സന്ധിയിലെ നിബന്ധനകൾ ഒറ്റയടിക്ക് മുസ്ലിമീങ്ങൾക്ക് എതിരായിരുന്നു. ഉദാഹരണത്തിന്, മക്കയിൽ നിന്ന് ആരെങ്കിലും
മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നുള്ളതാണ്. അതേസമയം മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പോയാൽ അവരെ തിരിച്ചയക്കില്ല തുടങ്ങിയ വ്യവസ്ഥകളാണ് ഹുദൈബിയ സന്ധി എന്നുള്ളത്. എന്നിട്ടും ഹബീബായ തങ്ങൾ ആ അനീതി നിറഞ്ഞ നിബന്ധനകൾ പോലും സ്വീകരിച്ചു. സമാധാനത്തിന് വേണ്ടിയാണ്, ശാന്തിക്ക് വേണ്ടിയാണ്. അപ്പൊ സമാധാനത്തിന് ഹബീബായ തങ്ങൾ നൽകിയ വില അത് വല്ലാത്ത വിലയാണ്. സ്വഹാബികൾക്ക്, അനുചരന്മാർക്ക് ഈ നിബന്ധനകളിൽ പ്രയാസമുണ്ടായിരുന്നിട്ടും യുദ്ധം ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാനാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗണന നൽകിയത്. മുസ്ലിങ്ങളുടെ ശക്തി തെളിയിക്കാനല്ല, മറിച്ച് സമാധാനപരമായ സഹവർത്തിത്വത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗണന നൽകിയത് എന്നുള്ളതാണ്. അള്ളാഹു ഇതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, മഹത്തായ വിജയം എന്നാണ് അള്ളാഹു ഇതിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. യുദ്ധം ജയിക്കുന്നതിനെയല്ല വിജയമായി ഖുർആൻ കണ്ടത്, മറിച്ച് സമാധാനപരമായ ഈ കരാറിനെയാണ് നബി സല്ലല്ലാഹു അല്ലാഹു ഈ മഹത്തായ വിജയം എന്ന് പ്രഖ്യാപിച്ചത്. ഈ സന്ധിക്ക് ശേഷം യുദ്ധമില്ലാത്ത 2 വർഷം ലഭിച്ചു. 2 വർഷം യുദ്ധമില്ലാത്ത 2 വർഷം ലഭിച്ചു. ഈ കാലയളവിൽ ആളുകൾ പരസ്പരം സംസാരിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും തുടങ്ങി. യുദ്ധത്തിലൂടെ നേടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ ശത്രുക്കൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, മറിച്ച് സമാധാനം എന്ന ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു ഹബീബായ തങ്ങൾ. ഇന്നത്തെ ഇറാൻ, ഇസ്രയേൽ പോലെയുള്ള സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ പഠിക്കേണ്ട പാഠമാണിത്. വിട്ടുവീഴ്ചകൾ പരാജയമല്ല, മറിച്ച് വലിയ വിജയത്തിലേക്കുള്ള വാതിലുകളാണ്. യുദ്ധത്തിന്റെ ആഘാതം, സുബ്ഹാനല്ലാഹ്, സാധുക്കളായ ആളുകൾ, പാവങ്ങളായ ആളുകൾ ഗൾഫ് നാടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത നിരപരാധികളായ ആളുകൾ വേട്ടയാടപ്പെടുകയാണ്. ഇതിന്റെ ആഘാതം എത്രയാണ്? ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാത്തതിന്റെ പ്രധാന കാരണം ചില രാജ്യങ്ങളുടെയും കമ്പനികളുടെയും സാമ്പത്തികമായ താല്പര്യമാണ്. അവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങളാണ് യുദ്ധം അവസാനിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം. യുദ്ധം എന്നുള്ളത് ഒരു പക്കാ ബിസിനസ്സാണ്. സമാധാനത്തേക്കാൾ ലാഭം യുദ്ധത്തിലാണെന്ന് കരുതുന്ന മിലിട്ടറിമാർ, അതുപോലെ അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളതാണ്. യുദ്ധം നടക്കുമ്പോൾ
മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ആവശ്യക്കാർ ഏറി വരികയാണ്. കച്ചവടം നല്ല ലാഭ. എന്തൊരു ലാഭമുള്ള കച്ചവടാണിത്. ഇറാൻ ഇസ്രയേൽ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം. ഉദാഹരണത്തിന് ഇസ്രയേലിന്റെ അയൺ ഡോം പോലുള്ളവ ഒരു രാത്രി മാത്രം പ്രവർത്തിക്കാനായി കോടിക്കണക്കിന് ഡോളറുകളാണ് ചെലവാക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോൺ പോലുള്ള മിസൈലുകൾ ഒരു രാത്രി അങ്ങോട്ട് ഇങ്ങനെ ഇടണമെങ്കിൽ കോടികളുടെ ഡോളറാണ് ചെലവ് ചെയ്യുന്നത്. ഇങ്ങനെ വെറുതെ പൊട്ടൂലല്ലോ. നമ്മളെ നാട്ടില് ചെറിയ കുട്ടികളെ ഇതാക്കി പടക്കത്തിന് തന്നെ കാശില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പണം മുഴുവനും ഒഴുകുന്നത് ആയുധം നിർമ്മിക്കുന്ന വൻ ശക്തികളിലേക്കാണ് ഇത് ഒഴുകുന്നത്. അപ്പോ ഈ സന്ദേശം അറിയിക്കുന്നത് മനുഷ്യരക്തം വീഴുമ്പോൾ ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയുന്നു എന്ന സത്യമാണ്. എന്നത് യുദ്ധത്തിന്റെ ക്രൂരമായ ഒരു സത്യം തന്നെയാണ്. അത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ല. യുദ്ധക്കൊതിയന്മാർ, ലാഭത്തിന്റെ പിന്നിൽ പോകുന്ന യുദ്ധക്കൊതിയന്മാർ, യുദ്ധത്തിന് ചെലവാക്കുന്ന ഓരോ രൂപയും യഥാർത്ഥത്തിൽ പാവപ്പെട്ടവന്റെ ഭക്ഷണവും വിദ്യാഭ്യാസവുമാണ്. അത് എന്തേ മനസ്സിലാക്കാത്തത്? യുദ്ധം ഒരിക്കലും സമാധാനം തരില്ല എന്നുള്ളത്. ആരോഗ്യവും വിദ്യാഭ്യാസവും. ഒരു F-35 യുദ്ധവിമാനം വാങ്ങുന്ന പണം കൊണ്ട് ലോകത്തെ ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒരു വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസം നൽകാം. സുബ്ഹാനല്ലാഹ്. ഒരു മിസൈലിന്റെ വില ഉണ്ടെങ്കിൽ 100 കണക്കിന് ഹോസ്പിറ്റലുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതുപോലെ പരിസ്ഥിതി നാശം യുദ്ധം കൊണ്ട്. ആധുനിക ബോംബുകളും രാസായുധങ്ങളും ഭൂമിയെ വന്ധ്യംകരിക്കുന്നു എന്നുള്ളതാണ് പഠന റിപ്പോർട്ട്. അത് ശരിയാണ്. കൃഷിയിടങ്ങളെല്ലാം കരിഞ്ഞു പോകുന്നു. സോൾഫാൻ അറിയില്ലേ, കാസർഗോഡ് ജില്ലയിൽ. അങ്ങനെ ശുദ്ധജലം വിഷമമാകുന്നു. ശുദ്ധജലം ഇനി കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല, ശുദ്ധജലം കിട്ടില്ല, എവിടെയും കിട്ടില്ല. എല്ലാം ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം എല്ലാവരും അനുഭവിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് വരും തലമുറയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. നമ്മളല്ല, നമ്മളെ ശേഷം നമ്മുടെ മക്കളെ മക്കൾ അവരിവിടെ വെള്ളം, ശുദ്ധജലം കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ചു പോകും. വെള്ളം കിട്ടില്ല. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. പണപ്പെരുപ്പം. യുദ്ധം കാരണം ഇന്ധന വില വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂലം സംഭവിക്കുന്നത് ഇതാണ്.
ഇന്ധനത്തിന് നല്ല വില ഇങ്ങനെ കിടിലാന്നിട്ട് ഒറ്റ കൂട്ടല് കൂട്ടും അവര്. ഇന്ധനത്തിന് വില കൂടുമ്പോൾ സാധാരണക്കാരന്റെ ഭക്ഷണത്തിന് വില കൂടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ യുദ്ധം ചെയ്യുന്നത് ഭരണാധികാരികളാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ പട്ടിണി കിടക്കുന്നത് പാവപ്പെട്ട സാധാരണ ജനങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, യുദ്ധം ഒരു സമാധാനമേ അല്ല. അതുപോലെ യുദ്ധം തകർക്കുന്നത് കെട്ടിടങ്ങളെ മാത്രമല്ല, മനുഷ്യരുടെ വേരുകളെയാണ് ഈ യുദ്ധം തകർത്ത് കളയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലെ, സിറിയ, ഫലസ്തീൻ, ഉക്രൈൻ എന്നിവിടങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം മണ്ണ് വിട്ട് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നു. ഇത് രാജ്യങ്ങൾക്കിടയിൽ വംശീയതയും അതുപോലെ സാമൂഹികമായ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ യുദ്ധഭൂമിയിൽ വളരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മാനസികമായ ആരോഗ്യമോ ലഭിക്കുന്നില്ല. ഇത് ഭാവി തലമുറയിൽ ഒരു അക്രമവാസനയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഒരു കാരണമായി മാറും എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വിധവകളാകുന്നത്. ഫലസ്തീനിൽ പോയാൽ എത്ര സഹോദരിമാരാണ് ഭർത്താക്കന്മാരില്ലാതെ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഭർത്താവില്ല. ചെറിയ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളായിരിക്കും, ഭർത്താവില്ല. ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് സഹോദരിമാർക്ക് ഭർത്താവില്ലാതെ നമുക്ക് ഫലസ്തീനിൽ കാണാൻ പറ്റും. യുദ്ധം കൊണ്ട് അങ്ങനെയേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. കുട്ടികള് അനാഥരാകുന്നു. ഉപ്പയില്ലാത്ത യതീമക്കൾ പെരുകി വരികയാണ്. ഇത്തരം യതീം കുട്ടികളാണ് ഫലസ്തീനിലുള്ളത്. അപ്പോ യുദ്ധങ്ങൾ അവസാനിച്ചാലും ഈ മുറിവുകൾ പതിറ്റാണ്ടുകളോളം ഉണങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിനായി നാം ഒരു മിസൈൽ നിർമ്മിക്കുമ്പോ അത് ഒരേ സമയം ഒരു വിശക്കുന്നവന്റെ ഭക്ഷണവും തണുക്കുന്നവന്റെ വസ്ത്രവും അതുപോലെ തന്നെ രോഗിയുടെ മരുന്നുമാണ് നമ്മൾ മോഷ്ടിക്കുന്നത് എന്ന പരമസത്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ യുദ്ധം എന്നത് സർവനാശത്തിനുള്ള വഴിയല്ല, മറിച്ച് അനീതിയെ തടയാനുള്ള ഒരു അവസാന മാർഗം മാത്രമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സൈന്യങ്ങളെ യുദ്ധക്കളത്തിലേക്ക് അയക്കുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരുന്ന കർശനമായ നിർദ്ദേശങ്ങൾ, ഒന്ന് നിരപരാധികളുടെ സംരക്ഷണം, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവർക്ക് പൂർണ്ണ സുരക്ഷ നൽകണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ശത്രുപക്ഷത്താണെങ്കിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വധിക്കുന്നത് കർശനമായി നിരോധിച്ചു. ലാ തഖ്തുലൂ നിസാഅൻ വലാ സബിയ്യാ. സഹീഹ് മുസ്ലിം, നിങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വയോധികന്മാരായ ആളുകൾ, രോഗികൾ, ശാരീരികമായി യുദ്ധം ചെയ്യാൻ ശേഷിയില്ലാത്ത വയോധികരായ ആളുകളെ, വയസ്സായ പ്രായം ചെന്ന ആളുകളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ആധുനിക യുദ്ധങ്ങൾ ഭൂമിയെ കരിച്ചു കളയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസ്ഥിതിയുടെ, ആ പ്രകൃതിയുടെ സുരക്ഷ ഉറപ്പുവരുത്തി. എന്താണ്? മരങ്ങൾ മുറിക്കരുത്, കായ്ക്കാനുള്ള മരങ്ങൾ നിങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. അങ്ങനെ ശത്രുക്കളുടെ സ്രോതസ് അത് ഇല്ലാതെയാക്കാൻ വേണ്ടി നിങ്ങൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് എന്ന് ഇസ്ലാം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ആടുമേട് അവരെ അറുക്കും, അതല്ല, അനാവശ്യമായി കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റു മതസ്ഥരുടെ അവകാശം, അതൊന്നും തകർക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ പുരോഹിതന്മാർ, ആരാധനകളിൽ കഴിയുന്ന പുരോഹിതന്മാരെയും സന്യാസിമാരെയും ശല്യം ചെയ്യരുത് എന്ന് 1500 വർഷം മുമ്പ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? വലാ തഖ്തുലു അസ്ഹാബസ് സവാമി. അതുപോലെ മൃതദേഹങ്ങളോടുള്ള ആദരവ്, യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ശത്രുക്കളുടെ മൃതദേഹങ്ങളോട് പോലും മാന്യമായി പെരുമാറണം എന്നുള്ളതാണ്. വികൃതമാക്കാൻ പാടില്ല. ഈ ശത്രുവിന്റെ ശരീരങ്ങളെ വികൃതമാക്കുന്ന ക്രൂരമായ രീതി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി നിരോധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അതുപോലെ മര്യാദയുള്ള സംസാരം, ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രുക്കളെ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാന്യമായി മറവു ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. യുദ്ധത്തടവുകാരോടുള്ള സമീപനം, തടവുകാരെ പട്ടിണിക്കിടാനോ പീഡിപ്പിക്കാനോ പാടില്ല. ബദർ യുദ്ധത്തിലെ തടവുകാരെ, അവരെ സ്വന്തം സൈനികർക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണവും നൽകി സംരക്ഷിക്കാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അറിവുള്ള തടവുകാരോട്, വിവരമുള്ള തടവുകാരോട് 10 മുസ്ലിം കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചാൽ മോചനം നൽകാം എന്ന വിപ്ലവകരമായ നിലപാടും ഹബീബായ തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇന്ന് ഇറാൻ ഇസ്രായേൽ സംഘർഷം നോക്കുകയാണെങ്കിൽ ഈ മാനുഷിക, ഹബീബായ തങ്ങൾ പറഞ്ഞ ഈ മാനുഷിക നിയമങ്ങൾ എത്രത്തോളം ലംഘിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഇന്ന് കാണാം. അല്ലേ? മിസൈലുകളും ഡ്രോണുകളും വീഴുമ്പോൾ അവിടെ ആശുപത്രി, ഹോസ്പിറ്റലുകളും സ്കൂളുകളും തകരുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ വിജയത്തെക്കാൾ വലിയത് മനുഷ്യത്വമാണ്, വിജയത്തെക്കാൾ വലുത് മനുഷ്യത്വമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിയമങ്ങൾ നടപ്പിലാക്കിയാൽ ലോകത്തിൽ നിന്ന് യുദ്ധത്തിന്റെ ക്രൂരതകൾ ഇല്ലാതെയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ രാജ്യത്തിന് സമാധാനവും ശാന്തിയും നൽകട്ടെ. ഗൾഫ് നാടിൽ കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ ഏകദേശം ആലിമീങ്ങളും
ഇന്ന് ഗൾഫിലാണുള്ളത്. അള്ളാഹു അവർക്കെല്ലാം സമാധാനം നൽകട്ടെ, എല്ലാം ശാന്തമാക്കട്ടെ. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز أهل السنة والجماعة يا رب العالمين. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ